നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ LDF സ്ഥാനാർത്ഥിയായി CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം M സ്വരാജ് മത്സരിക്കും. CPIM സംസ്ഥാന സെക്രട്ടറി യോഗത്തിന് ശേഷം സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്ററാണ് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചത്. ഒരു സംശയവും വേണ്ട, അവിടെ മത്സരിക്കുന്ന ഏറ്റവും ശ്രദ്ധേയനായ സ്ഥാനാർത്ഥിയായിരിക്കും സഖാവ് സ്വരാജ്. അത് കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായ രീതിയിലൊരു സ്വീകാര്യത സ്വരാജിന് നിലമ്പൂർ നിയോജകമണ്ഡലത്തിൽ കിട്ടും. അതുകൊണ്ടൊരു വലിയ രീതിയിലുള്ളൊരു ആവേശത്തോടു കൂടിയാണ് സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തെ തുടർന്ന് അവിടെ ഉണ്ടാവാനിടയുള്ള അവരുടെ ഈ ആഹ്ലാദ പ്രകടനം. അതേസമയം അൻവർ മത്സരിക്കുമെന്ന നിലപാടിൽ നിന്ന് അൻവർ പിന്നോട്ട് പോയി. UDF നേതാക്കളുമായി ചർച്ചകൾ തുടരുകയാണ്. വിവരങ്ങളുമായി D ബിനോയ് ചേരുന്നുണ്ട്. ബിനോയ്, ഗോദ റെഡിയായിരിക്കുകയാണ്. തെരഞ്ഞെടുപ്പിൽ CPIMന്റെ ശക്തമായ പോരാളി സ്വരാജ് മത്സരിക്കും. വിശദാംശങ്ങൾ എന്താണ്? CPIMന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം കൂടിയായ M സ്വരാജാണ് നിലമ്പൂരിൽ ആര്യാടൻ ഷൗക്കത്തിനെ നേരിടുക. ഇന്ന് ഉച്ചയോടുകൂടിയാണ് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തിയത്. നേരത്തെ തന്നെ തീരുമാനമെടുത്തിരുന്നു, സ്വതന്ത്രന്മാരെ മത്സരിപ്പിക്കേണ്ട, പൊതുസമ്മതന്മാർ വേണ്ട എന്നൊക്കെയുള്ള ചില തീരുമാനങ്ങൾ കഴിഞ്ഞ ദിവസം നിലമ്പൂരിൽ ചേർന്ന ഒരു മീറ്റിങ്ങിൽ വെച്ച്, അല്ലെങ്കിൽ അവരുടെ നേതൃയോഗത്തിൽ വെച്ചൊരു തീരുമാനമുണ്ടായിരുന്നു. അതേ തുടർന്ന് 3 പേരുകളിലേക്ക് അവസാനിക്കുകയായിരുന്നു. അത് P ഷബീർ, ഒപ്പം ഷറോണ റോയ്, അതുകൂടാതെ M സ്വരാജ്. അവസാനം M സ്വരാജ് എന്ന പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗത്തെ തന്നെ തീരുമാനിച്ചു. കാരണം ഇത് ഒരു ചവിട്ടുപടി കൂടിയാണ് വരാൻ പോകുന്ന തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലേക്കും ഒപ്പം തുടർഭരണത്തിനും വേണ്ടിയുള്ള ഒരു ചവിട്ടുപടിയായിട്ടാണ് CPIM ഈ തെരഞ്ഞെടുപ്പിനെ കാണുന്നത്. അതുകൊണ്ട് തന്നെ M സ്വരാജിനെ പോലുള്ള ശക്തനായ ഒരാളിനെ നിലമ്പൂരിൽ മത്സരിപ്പിച്ച് വിജയിപ്പിക്കുക എന്നുള്ളത് അവരുടെ ആവശ്യമാണ്. ഒപ്പം അതുവഴി കിട്ടുന്ന ആവേശം വരുന്ന തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പിലും ഒപ്പം നിയമസഭാ തെരഞ്ഞെടുപ്പിലും വലിയ തരത്തിൽ വിജയം കൊയ്യാനുള്ള അവസരമൊരുക്കും എന്നുള്ള പ്രതീക്ഷയും CPIMന് ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ പാർട്ടി സംസ്ഥാന സെക്രട്ടറി അംഗം കൂടിയായ M സ്വരാജിനെ അവിടെ മത്സരിപ്പിക്കാൻ തന്നെ തീരുമാനിച്ചിരിക്കുന്നത്. നാളെയോടുകൂടി തന്നെ M സ്വരാജ് നിലമ്പൂരിൽ എത്തിച്ചേരും. മാത്രവുമല്ല, അദ്ദേഹം മലപ്പുറം SFI മലപ്പുറം ജില്ലാ സെക്രട്ടറി ആയിരുന്നു, ഒപ്പം DYFIയുടെ ജനറൽ സെക്രട്ടറി ആയിരുന്നു. ഇത്തരം നിലകളിലൊക്കെ പ്രവർത്തിച്ച് ഈ നിലമ്പൂരും മലപ്പുറവും കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ച് പരിചയസമ്പത്ത് അദ്ദേഹത്തിനുണ്ട്. അതുകൊണ്ട് തന്നെ വലിയ തരത്തിൽ ഒരു പിന്തുണ M സ്വരാജിന് ലഭിക്കുമെന്നാണ് CPIMന്റെ വിലയിരുത്തൽ. എന്തായാലും ഇനി ഒരു രാഷ്ട്രീയ പോരാട്ടം ഏകദേശം ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു നിലമ്പൂരിൽ. കാരണം ഇരു മുന്നണികളുടെയും നേതാക്കന്മാരെല്ലാം തന്നെ നിലമ്പൂർ കേന്ദ്രീകരിച്ചിരിക്കുന്നു. ഒരു വാക്കിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ നിലമ്പൂരിലെ ഇടതു മുന്നണി സ്ഥാനാർത്ഥി UDF സ്ഥാനാർത്ഥിക്ക് മുന്നിൽ ഒരു ചെക്കായി മാറിയിരിക്കുന്നു, അല്ലെങ്കിൽ മുന്നോട്ടുള്ള സുഗമമായ യാത്രയ്ക്ക് ഒരു വഴിമുടക്കിയായി മാറി എന്ന് വേണമെങ്കിൽ പറയാൻ കഴിയും. അത്തരത്തിൽ പ്രബലനാണ്, ശക്തനാണ്, നന്നായി പണിയെടുക്കണം. UDF ഇപ്പോൾ നിലനിൽക്കുന്ന പ്രശ്നങ്ങൾക്ക്, പ്രതിസന്ധികൾക്ക് മാറ്റം കൊണ്ടുവരണം. എന്നാൽ മാത്രമേ അവിടെ ഒരു വലിയ വിജയം പിടിച്ചെടുക്കാൻ കഴിയുകയുള്ളൂ. എന്തായാലും നേതാക്കന്മാർ, 2 പാർട്ടിയുടെ നേതാക്കന്മാർ ഇപ്പോൾ നിലമ്പൂർ കേന്ദ്രീകരിച്ചുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. നാളെയോടുകൂടി തന്നെ LDFന്റെ സ്ഥാനാർത്ഥി CPIMന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം M സ്വരാജ് നിലമ്പൂരിൽ എത്തിച്ചേരും. ഇതോടുകൂടി ഇടതുമുന്നണിയുടെ പ്രവർത്തനങ്ങൾക്കും അക്കം കൂടും. മാത്രവുമല്ല, ഇടതുമുന്നണി നേരത്തെ തന്നെ പ്രവർത്തനത്തിന് വേണ്ടിയുള്ള എല്ലാ കരുക്കളും നീക്കിക്കഴിഞ്ഞിരുന്നു. ഓരോ പഞ്ചായത്തുകൾ കേന്ദ്രീകരിച്ച് സംസ്ഥാന സമിതി അംഗങ്ങൾക്കും കേന്ദ്ര കമ്മിറ്റി അംഗങ്ങൾക്കും ചുമതല നൽകിക്കൊണ്ടുള്ള ഒരു പ്രവർത്തന ശൈലിയാണ് CPIM നേതൃത്വം ഏറ്റെടുത്തിരിക്കുന്നത്. ഒപ്പം ജനപ്രതിനിധികളുണ്ടാവും, ഘടകകക്ഷി നേതാക്കന്മാരുണ്ടായിരിക്കും. അങ്ങനെ ഓരോരുത്തരും ഓരോ മേഖലകൾ ഏറ്റെടുത്തുകൊണ്ട് ഒരു പ്രത്യേക പ്രവർത്തനം നടത്താൻ തീരുമാനിച്ച് കഴിഞ്ഞിരിക്കുന്നു. അതേസമയം UDF ആകട്ടെ നേരത്തെ തന്നെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ച് തെരഞ്ഞെടുപ്പ് രംഗത്ത് സജീവമായെങ്കിലും PV അൻവറുമായുള്ള ചില പ്രതിസന്ധികൾ ഇതുവരെയും പരിഹരിക്കാൻ കഴിഞ്ഞിട്ടില്ല. PV അൻവർ ഇന്ന് രാവിലെ പത്രസമ്മേളനം നടത്തി സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കുമെന്ന് പറഞ്ഞിരുന്നെങ്കിൽ പോലും അത് പിന്നീട് മാറ്റുകയായിരുന്നു. ചില മധ്യസ്ഥ ശ്രമങ്ങൾ ഇപ്പോഴും പുരോഗമിച്ചു വരുന്നുണ്ട്. കാരണം PV അൻവറിനെ പിണക്കി ഇറക്കി വിടേണ്ട കാര്യമില്ല, ഒപ്പം നിർത്തണം. ഒരു അസോസിയേറ്റ് മെമ്പർ അല്ലെങ്കിൽ അസോസിയേറ്റ് പാർട്ടി എന്ന നിലയ്ക്ക് UDFിൽ തുടരണം. കാരണം RMP അത്തരത്തിലാണ് തുടരുന്നത്. ഒരു അസോസിയേറ്റ് മെമ്പർ എന്ന നിലയ്ക്കാണ് RMP ഇപ്പോൾ UDFിൽ തുടരുന്നത്. അത്തരത്തിലൊരു അസോസിയേറ്റ് മെമ്പറെ പോലെ തൃണമൂൽ കോൺഗ്രസിനും ഇവിടെ തുടരാനുള്ള, അല്ലെങ്കിൽ UDFിൽ തുടരാനുള്ള ഒരു അവസരം നൽകണമെന്ന കാര്യത്തിലേക്ക് ചർച്ചകൾ നീങ്ങുന്നുണ്ട്. എന്തായാലും അത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതുകൊണ്ട് തന്നെ PV അൻവർ കൂടുതൽ കാര്യങ്ങളിലേക്ക് ഇന്ന് രാവിലത്തെ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞില്ല. അതേസമയം VD സതീശൻ അല്പസമയം മുമ്പ് മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞത് സ്ഥാനാർത്ഥിയോടുള്ള പിന്തുണ പൂർണ്ണമായും അല്ലെങ്കിൽ പിന്തുണ അറിയിച്ചാൽ മാത്രമേ മറ്റൊരു ചർച്ചയിലേക്ക് വഴി തുറക്കുകയുള്ളൂ. കാരണം സ്ഥാനാർത്ഥിക്കെതിരെ കൂടുതൽ സംസാരിച്ചത് PV അൻവർ ആയിരുന്നു. പ്രതിപക്ഷ കക്ഷികൾ പോലും
പോലും ഇത്രയധികം വാക്പ്രയോഗങ്ങൾ നടത്തിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഒരു ചർച്ച അനിവാര്യമാണ് എന്നുള്ളത് അറിയാം. എങ്കിൽ പോലും വി ഡി സതീശനോ അല്ലെങ്കിൽ KPCC അധ്യക്ഷനോ ഇതുവരെയായും ചർച്ചയ്ക്ക് തയ്യാറായി മുന്നോട്ട് പോയിട്ടില്ല. പകരം കോൺഗ്രസിലെ ചില മുതിർന്ന നേതാക്കന്മാരെയാണ് ചർച്ചയ്ക്ക് ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. ഒപ്പം മുസ്ലിം ലീഗിൻ്റെ നേതാക്കന്മാരുമുണ്ട്. എന്തായാലും ഒരു അസോസിയേറ്റ് മെമ്പർ എന്ന നിലയ്ക്ക് PV അൻവറിനെ ഒപ്പം നിർത്തിക്കൊണ്ട് പ്രശ്നം പരിഹരിച്ച് പോകാനായിരിക്കും ഇപ്പോഴത്തെ നീക്കം. അതേസമയം വി ഡി സതീശനും ഒപ്പം KPCC അധ്യക്ഷൻ സണ്ണി ജോസഫും അവരുടെ നിലപാടുകളിൽ നിന്നും താഴോട്ട് പോകുന്നില്ല. ഒറ്റ നിലപാട് തന്നെയാണ്. സ്ഥാനാർത്ഥിക്കെതിരെ പറഞ്ഞ വാക്കുകൾ പിൻവലിക്കണം, അല്ലെങ്കിൽ സ്ഥാനാർത്ഥിയെ അംഗീകരിക്കാൻ തയ്യാറാകണം. ഇത്തരത്തിൽ 2 വാക്കുകൾ ഉറച്ചു നിൽക്കുന്നു. അതിനുശേഷം ചർച്ചയാകാം എന്നും പ്രതിപക്ഷ നേതാവ് പറയുന്നുണ്ട്. അതേസമയം BJPയുടെ കാര്യത്തിൽ, അല്ലെങ്കിൽ BJP NDA സഖ്യകക്ഷിയായ BD ജയസിനാണ് ഇപ്പോൾ ആ സീറ്റ് വിട്ടു നൽകിയിരിക്കുന്നത്. എന്നാൽ ഇത് സംബന്ധിച്ച് സ്ഥാനാർത്ഥി തിരഞ്ഞെടുക്കുന്ന കാര്യത്തിൽ ഇതുവരെയായും ഒരു അന്തിമ തീരുമാനത്തിലേക്ക് എത്താൻ BD ജയസിന് കഴിഞ്ഞിട്ടില്ല. അവർ ഞായറാഴ്ചയോടുകൂടി തന്നെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കും എന്നാണ് പറയുന്നത്. എന്തായാലും മത്സരത്തിന് ചൂട് പകരുന്ന തരത്തിലേക്ക് സ്ഥാനാർത്ഥി പ്രഖ്യാപനങ്ങൾ ഇടതുമുന്നണിയും ഒപ്പം ഐക്യജനാധിപത്യ മുന്നണിയും നടത്തി കഴിഞ്ഞിരിക്കുന്നു. ഇനി കളത്തിലാണ്. 2 ടീമുകളും നന്നായി പണിയെടുക്കും. 2 പേർക്കും വിജയം അഭിമാന പ്രശ്നമാണ്. അതുകൊണ്ട് തന്നെ ശക്തമായൊരു മത്സരം നിലമ്പൂരിൽ നടക്കുമെന്നുള്ളത് ഉറപ്പാണ്. ബിനോയ്, കഴിഞ്ഞ നിയമസഭയിലൊക്കെ നമ്മൾ എല്ലാവരും കണ്ടതാണ്. കുറിക്കുകൊള്ളുന്ന രീതിയിലുള്ള മറുപടിയാണ് സ്വരാജിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുന്നത്. വലിയ രീതിയിലുള്ള ആരാധനാ വൃത്തം തന്നെ, അല്ലെങ്കിൽ ഒരു വലിയ രീതിയിലുള്ള ഫാൻസ് അസോസിയേഷൻ തന്നെ അദ്ദേഹത്തിന്റെ മുകളിൽ ഉണ്ട് എന്ന് എല്ലാവർക്കും അറിയാം. നിലവിൽ മത്സരാർത്ഥികളെ വെച്ച് നോക്കുമ്പോൾ എങ്ങനെയാണ് വിജയ സാധ്യത? CPMന്റെ രാഷ്ട്രീയ നിലപാട് എപ്പോഴും പൊതുജനങ്ങളിൽ എത്തിക്കുന്നതിന് വേണ്ടി മാധ്യമങ്ങളിലൂടെ ചർച്ചകൾ പങ്കെടുത്തിരുന്ന ആളാണ് സ്വരാജ്. മാത്രവുമല്ല, സ്വരാജിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ മേഖല, അല്ലെങ്കിൽ രാഷ്ട്രീയം കൊണ്ട് നേരിടുന്ന ഒരു ചരിത്രമാണ് അദ്ദേഹത്തിനുള്ളത്. അത്തരത്തിൽ കണിശക്കാരനായ ഒരു രാഷ്ട്രീയക്കാരൻ, അതിനപ്പുറം ദേശാഭിമാനം പോലുള്ള ഒരു പത്രത്തിൻ്റെ റെസിഡന്റ് എഡിറ്റർ, ഇങ്ങനെയൊക്കെ നിലയിൽ അദ്ദേഹത്തിൻ്റെ പെരുമ വളരെ വലുതാണ്. എങ്കിൽ തന്നെയും നമ്മൾ മനസ്സിലാക്കേണ്ടത് CPIMനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു 8 മാസത്തേക്ക് വരുന്ന ചെറിയൊരു കാലയളവിലേക്ക് ഒരു നിയമസഭാ സാമാജികനെ ലഭിക്കുന്നതിന് വേണ്ടി ഇത്രയും ഒരു പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗത്തെ മത്സരിപ്പിക്കണമെങ്കിൽ അവരുടെ പിന്നിലെ ലക്ഷ്യം ഇതുതന്നെയാണ്. കാരണം തുടർഭരണവും പിന്നീട് തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾ പിടിച്ചെടുക്കലും, ഇത് രണ്ടിനും പ്രാപ്തനായ ഒരു സ്ഥാനാർത്ഥിയായിട്ട് തന്നെയാണ് സ്വരാജിനെ പാർട്ടി വിലയിരുത്തുന്നതും പാർട്ടി നോക്കിക്കാണുന്നതും. കാരണം അദ്ദേഹത്തിൻ്റെ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലെ പ്രവർത്തനങ്ങളും ഒപ്പം യുവജന പ്രസ്ഥാനങ്ങളിലെ രാഷ്ട്രീയ പ്രവർത്തനങ്ങളും എല്ലാം തന്നെ അദ്ദേഹത്തിൻ്റെ ശൈലി ഉൾപ്പെടെയുള്ളത് എടുത്തു പറയേണ്ടതായിരുന്നു. കാരണം രാഷ്ട്രീയപരമായി പ്രതിയോഗികൾക്ക് നേരെ ശക്തമായ ഭാഷയിൽ പ്രതികരിക്കുന്ന ഒരു നേതാവാണ് സ്വരാജ്. വിദ്യാർത്ഥിയായിരുന്നപ്പോഴും DYFA നേതാവായിരുന്നപ്പോഴും ഒക്കെ അത് നമ്മൾ കണ്ടതുമാണ്. അത്രയധികം ശക്തമായി പ്രതിരോധിക്കാൻ കഴിയുന്ന ഒരു നാക്കിൻ്റെ ഉടമയാണ്. അതുമല്ല, രാഷ്ട്രീയം കൊണ്ട് നന്നായി നേരിടാൻ കഴിയും. അദ്ദേഹം നേരത്തെ തൃപ്പൂണിത്തുറ MLA ആയിരുന്നു. അവിടെ ഒരു പ്രാവശ്യം ജയിച്ചു. 2ാമത്തെ പ്രാവശ്യം വളരെ തുച്ഛമായ വോട്ടുകൾക്കാണ് അദ്ദേഹം പരാജയപ്പെട്ടത്. എങ്കിൽ തന്നെയും ഒരു ജനകീയനായ നേതാവ്, ഒരു ജനകീയ സ്വഭാവം വെച്ച് പുലർത്തുന്ന ഒരാൾ കൂടിയാണ് സ്വരാജ്. അതുകൊണ്ട് തന്നെയാണ് ഇടതുമുന്നണി സ്വരാജിനെ നിലമ്പൂരേക്ക് തീരുമാനിക്കുന്നത്. ആര്യൻ ഷൗക്കത്ത് ആകട്ടെ, അദ്ദേഹത്തിൻ്റെ ഏറെ നാളത്തെ ഒരു പ്രവർത്തന കർമ്മമണ്ഡലം കൂടിയാണ് ഈ നിലമ്പൂർ എന്ന് പറയുന്നത്. ഒപ്പം അദ്ദേഹത്തിൻ്റെ അച്ഛൻ അവിടുത്തെ സ്ഥാനാർത്ഥി ആയിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം അദ്ദേഹത്തിന് മത്സരിപ്പിച്ചില്ല. പകരം VV പ്രകാശാണ് PV അൻവറിനെതിരെ മത്സരിച്ചിരുന്നത്. 2600-ലധികം വോട്ടുകളുടെ ഭൂരിപക്ഷം മാത്രമാണ് അന്ന് PV അൻവറിന് ലഭിച്ചതും. എന്തായാലും ഇത്തരത്തിൽ വോട്ടിംഗ് ഭൂരിപക്ഷങ്ങളും നിലവിൽ ഇപ്പോൾ അവിടുത്തെ പഞ്ചായത്തുകളിലെ ഭരണത്തിൻ്റെ കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോഴേക്കും ഇരു മുന്നണികൾക്കും തുല്യ ബലം അവിടെ അവകാശപ്പെടാൻ കഴിയും. അത്തരത്തിൽ തുല്യ പ്രാധാന്യം നൽകുന്നൊരു സ്ഥലം കൂടിയാണ്. കാരണം അവിടുത്തെ മലയോര കർഷകർ, അതുപോലെ ന്യൂനപക്ഷ സമുദായങ്ങൾ, ഇവരൊക്കെ നിർണായക ശക്തികളാണ്. അതുകൊണ്ട് ഇവരുടെയൊക്കെ പിന്തുണ ആർക്ക് കിട്ടുന്നോ അവർ വിജയിക്കപ്പെടും എന്നുള്ളത് ഉറപ്പാണ്. കഴിഞ്ഞ പ്രാവശ്യം CPIMൻ്റെ സ്വതന്ത്രനായിട്ടാണ് PV അൻവർ മത്സരിച്ചിരുന്നതെങ്കിൽ അദ്ദേഹത്തിന് വലിയ തരത്തിലുള്ള പിന്തുണ ചില ആളുകളുടെ ഭാഗത്ത് നിന്ന് ലഭിച്ചു, ചില സമുദായങ്ങളുടെ ഭാഗത്ത് നിന്ന് ലഭിച്ചു. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് വീണ്ടും വിജയം ആവർത്തിക്കാൻ കഴിഞ്ഞത്. എന്തായാലും ഇരു മുന്നണികളും ഒരുപോലെ തന്നെ വിജയം പ്രതീക്ഷിക്കുകയാണ് നിലമ്പൂരിൽ.